മായ എന്ന കൊച്ചുമിടുക്കിക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അമ്മുമ്മ പറയുന്ന നക്ഷത്രങ്ങളുടെ കഥകൾ കേൾക്കാനായിരുന്നു. ഒരു രാത്രി അവർ വരാന്തയിലിരുന്ന് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുകയായിരുന്നു. അമ്മുമ്മ മായയ്ക്ക് ചെറുതും മിനുസമുള്ളതും തിളങ്ങുന്നതുമായ ഒരു വിത്ത് നൽകി. ഇതൊരു നക്ഷത്രവിത്താണ്, അവർ പറഞ്ഞു. ഇത് നട്ടുനോക്കൂ, ഒരു മാന്ത്രികമായ കാര്യം സംഭവിക്കും. പിറ്റേന്ന് രാവിലെ മായ തന്റെ പൂന്തോട്ടത്തിൽ വിത്ത് നടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി. അവൾ കൈകൊണ്ടൊരു ചെറിയ കുഴിയെടുത്ത് വിത്ത് അതിൽ ശ്രദ്ധാപൂർവം വെച്ചു. മായ എല്ലാ ദിവസവും വിത്തിന് വെള്ളമൊഴിച്ചു. അമ്മുമ്മ അവൾക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുന്നതുപോലെ അവൾ വിത്തിനോട് പാട്ടുകൾ പാടുകയും കഥകൾ പറയുകയും ചെയ്തു. ഒരു പ്രഭാതത്തിൽ ഒരു ചെറിയ പച്ചമുള മണ്ണിന് മുകളിലേക്ക് എത്തിനോക്കി. അതിന് നേരിയ വെള്ളിവെളിച്ചമുണ്ടായിരുന്നു. മായ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ മുള വേഗത്തിൽ വളർന്ന് ഒരു ചെറിയ തൈയായി. അതിന്റെ ഇലകൾ രാത്രിയിലെ ആകാശം പോലെ കടും നീല നിറത്തിലുള്ളതും തിളങ്ങുന്നതുമായിരുന്നു. മായയും അമ്മുമ്മയും ആ മരം ഓരോ ദിവസവും വളരുന്നത് നോക്കിനിന്നു. അമ്മുമ്മ അവളോട് പുരാതന കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞരുടെയും പ്രപഞ്ച അത്ഭുതങ്ങളെയും കുറിച്ചുള്ള കഥകൾ പറഞ്ഞു. മരം മായയേക്കാൾ ഉയരത്തിൽ വളർന്നു. അതിന്റെ കൊമ്പുകൾ ആകാശത്തേക്ക് നീണ്ടു. കൊമ്പുകളിൽ നക്ഷത്രാകൃതിയിലുള്ള ചെറിയ മൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങി. ഒരു സന്ധ്യയ്ക്ക് ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞു. അതിൽ നിന്ന് വിരിഞ്ഞത് ഒരു പൂവല്ല, മറിച്ച് മൃദുലമായ ഊഷ്മളമായ പ്രകാശം പൊഴിക്കുന്ന ഒരു കുഞ്ഞു മിന്നുന്ന നക്ഷത്രമായിരുന്നു. കൂടുതൽ മൊട്ടുകൾ വിരിയുന്നതും മരത്തിൽ കുഞ്ഞു തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ നിറയുന്നതും മായ അത്ഭുതത്തോടെ നോക്കിനിന്നു. പൂന്തോട്ടം ഒരു മാന്ത്രിക വെളിച്ചത്തിൽ കുളിച്ചു. നക്ഷത്രമരത്തിൽ നിന്നുള്ള വെളിച്ചം മിന്നാമിനുങ്ങുകളെ ആകർഷിച്ചു. അവ മരത്തിനു ചുറ്റും നൃത്തം ചെയ്തു. അവയുടെ മിന്നുന്ന വെളിച്ചം ആ കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗി നൽകി. മായ കൈ നീട്ടി നക്ഷത്രപ്പൂക്കളിലൊന്നിൽ മെല്ലെ തൊട്ടു. അതിന് ഊഷ്മളത അനുഭവപ്പെട്ടു. അതിൽ നിന്ന് ഒരു ചെറിയ മൂളൽ കേട്ടു. പൂർണ്ണമായി പൂത്തുലഞ്ഞ നക്ഷത്രമരം കാണാൻ മായ അമ്മുമ്മയെ വിളിച്ചു. അമ്മുമ്മ പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പ്രതിഫലിച്ചു. കണ്ടോ, നമ്മൾ വിശ്വസിച്ചാൽ മാന്ത്രികത സത്യമാകും, അവർ പറഞ്ഞു. രാത്രിയായപ്പോൾ മായക്ക് ഉറക്കം വന്നു. അവൾ മരച്ചുവട്ടിലെ പുൽത്തകിടിയിൽ കിടന്ന് കൊമ്പുകളിലെ നക്ഷത്രങ്ങളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നോക്കി. അമ്മുമ്മ ഒരു നേരിയ പുതപ്പുകൊണ്ട് മായയെ പുതപ്പിച്ചു. അണ്ണാൻ ഒരു കൊമ്പിൽ ചുരുണ്ടുകൂടിയിരുന്നു. മിന്നാമിനുങ്ങുകൾ ഇലകളിൽ ചേക്കേറിയിരുന്നു. പൂന്തോട്ടം മുഴുവൻ ശാന്തമായിരുന്നു. തന്റെ പൂന്തോട്ടത്തിൽ ആകാശത്തിന്റെ ഒരു ഭാഗം തനിക്കുണ്ടെന്നറിഞ്ഞുകൊണ്ട് അമ്മുമ്മയുടെ കൈ പിടിച്ച് നക്ഷത്രങ്ങൾക്കിടയിൽ നൃത്തം ചെയ്യുന്നതായി മായ സ്വപ്നം കണ്ടു.